ആദ്യം ശ്രീ അനിൽ ബോസ്, ജയ് ഹിന്ദ് യാത്ര നടത്തുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. അതായത് ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ സൈനികർക്കുള്ള സല്യൂട്ട് എന്ന രീതിയിലാണല്ലോ. ഇതിപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനങ്ങളും നടപ്പിലാക്കിയ രീതിയും ഭീകരതയെ അടിച്ചമർത്തുവാനുള്ള ഇന്ത്യയുടെ ആ ആർജവവും അതിന് കോൺഗ്രസ് അംഗീകാരം നൽകുന്നില്ലേ, അതോ സൈനികരുടെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് മാത്രമുള്ളതാണോ? അതിന് ചോദിക്കാൻ കാരണമെന്ന് പറയുന്നത്, ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിൽ അതിന്റെ വിജയത്തിൽ അതിനെ പ്രശംസിക്കുന്നതിൽ ഉപാധി വയ്ക്കുന്നുണ്ടോ കോൺഗ്രസ്? ഇന്ത്യ എന്ന് പറയുന്നതും ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നതും ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മളെല്ലാ കാലത്തും മറ്റൊരു രാജ്യവുമായി തർക്കമുണ്ടായാൽ ഒരു പൊതുബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമോ മറ്റേതെങ്കിലും താല്പര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ പോരാട്ടം 71-ൽ നടക്കുമ്പോഴും അതല്ലാത്ത സിക്കിമടക്കം നമ്മൾ ചേർത്ത് പിടിക്കുന്ന നടപടിക്രമങ്ങളും ഇതൊക്കെ നമ്മൾ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതിലൊക്കെ രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ യോജിച്ചാണ് നിലപാടെടുത്തത്. അന്നത്തെ ഭരണാധികാരികൾ അത് രാജ്യത്തിൻ്റെ വിജയമായിട്ടാണ് അത് ആഘോഷിച്ചിട്ടുള്ളതും ആ നിലയിലാണ് അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. അതിന് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അതിനെ രാജ്യത്തിൻ്റെ വിജയമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെയും രാജ്യമെടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഭരണപക്ഷി മാത്രമല്ലല്ലോ രാജ്യം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ പൗരന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ജനപ്രതിനിധികളും അടങ്ങുന്ന എല്ലാ വിഭാഗങ്ങളും ചേരുന്നതാണ് രാജ്യമെന്ന് പറയുന്നത്. അപ്പോൾ രാജ്യമെടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അന്തസ്സും ആഢ്യത്വവും അഭിമാനവും ഐക്യബോധവും ദേശീയബോധവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അതിനൊരിക്കൽ പോലും കോൺഗ്രസ് വിഘാതമായി നിന്നിട്ടില്ല, ഒരു കാലത്തും നിൽക്കില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും വളരെ കൃത്യമായ നിലപാട് രാജ്യത്തിൻ്റെ വിജയത്തിനു വേണ്ടി ഒറ്റക്കെട്ടായ പിന്തുണ ഇന്ത്യയുടെ ഗവൺമെന്റിന് നൽകിയിട്ടുണ്ട്, ഇന്ത്യയുടെ സൈനിക ശക്തികൾക്ക് നൽകിയിട്ടുണ്ട്. ആ സൈനിക സമൂഹം വളരെ ആർജവത്തോടുകൂടി രാജ്യത്തിൻ്റെ താല്പര്യം മുൻനിർത്തി യുദ്ധത്തിൻ്റെ മുന്നൊരുക്കങ്ങളിൽ പെടുന്ന ഒരു ട്രയൽ റൺ എന്നൊക്കെ പറയാവുന്ന ഒരു ഫൈറ്റാണ് നമുക്കിപ്പോൾ നടന്നിട്ടുള്ളത്. യുദ്ധം തുടങ്ങുന്നതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്, ഒരുപാട് നയതന്ത്ര ഇടപെടലുകളുണ്ട്, അതിനൊരുപാട് ഉടമ്പടികൾ, മറ്റ് ചർച്ചകൾ, സംവാദങ്ങൾ ഇതൊക്കെ ഉയർന്നു വരും. ഇതിപ്പോൾ യുദ്ധമെന്ന് നമ്മളങ്ങ് പറഞ്ഞു പോവുകയാണ്. യഥാർത്ഥത്തിൽ യുദ്ധമല്ലല്ലോ നടന്നിട്ടുള്ളത്. അപ്പം ആ യുദ്ധമല്ല നടന്നിട്ടുള്ളത്. അപ്പം ഇപ്പോൾ എടുത്തിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നമ്മൾ വേണ്ടി വന്നാൽ തിരിച്ചടിക്കും, അതിനുള്ള മുന്നറിയിപ്പുകളാണ്. ആ മുന്നറിയിപ്പിൽ രാജ്യമെടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങൾക്കും കോൺഗ്രസ് എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണയുണ്ട്. അതിന് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ല. അതിനെ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ചർച്ച ചെയ്യുന്നതിനോട് പോലും എനിക്ക് യോജിപ്പില്ല. ആ നിലയിലല്ല. ഇവിടെ പ്രാഥമികമായി നടന്നിട്ടുള്ള പോരാട്ടങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എവിടം വരെ എത്തി എന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഭരണാധികാരികൾക്കുണ്ട്. അങ്ങനെയാണ് എല്ലാ കാലത്തും. നിങ്ങളൊന്ന് നോക്കൂ, ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പം ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കെയാണ് ബോംബെയിൽ നടന്നിട്ടുള്ള ആക്രമണം അറിയാമല്ലോ. ആ ആക്രമണം വലിയ വിവാദമായപ്പോൾ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി എടുത്ത സമീപനം എന്താ? ഇവിടെ എങ്ങനെ നുഴഞ്ഞുകയറ്റക്കാർ വരുന്നു, അവർക്ക് എവിടെ നിന്ന് ആയുധം കിട്ടുന്നു, തീവ്രവാദികൾ എങ്ങനെ വിഹരിക്കുന്നു, ഇതിനൊക്കെ സമാധാനം പറയാനുള്ള ബാധ്യത ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിച്ചയാളാണ് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഇന്ന് മഞ്ജുഷ് ഗോവാലിന് അന്നത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് മഴയത്ത് നിന്ന് ബോംബെയിൽ പോയി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പൊതുസമൂഹം അറിയേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ വീഡിയോ താങ്കൾ എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ ഞാൻ താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കൃത്യമായി ജനങ്ങൾക്ക് സംശയമുണ്ടാകാത്ത തരത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായ അന്നത്തെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അടക്കം ഉയർത്തിയ ആക്ഷേപങ്ങളെ കേട്ടുകൊണ്ട് ബോംബെയിൽ വരാനും സംഭവസ്ഥലം സന്ദർശിക്കാനും അവിടെ നിന്ന് രാജ്യത്തെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ബോധ്യപ്പെടുത്താനും ശ്രമിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന ഉദാഹരണം നിൽക്കുമ്പോൾ അന്ന് ആ മൻമോഹൻ സിംഗിനെ വിമർശിച്ച ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇവിടുത്തെ പ്രശ്നം എന്താ? അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയുന്നില്ല. ഇനി ഒഫീഷ്യലായി വിളിച്ച് പബ്ലിക് മീറ്റിംഗിൽ പ്രസംഗിക്കേണ്ടതല്ല ഈ കാര്യം എന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ നിലപാടെങ്കിൽ, പഴയ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ബോധ്യപ്പെടുത്തേണ്ടതിന് ചില യോഗങ്ങൾ നടന്നിരുന്നു ഈ രാജ്യത്ത്. അതിലേറ്റവും പ്രധാനമാണ് ആദ്യത്തെ ഓൾ പാർട്ടി മീറ്റിംഗ്. പഹൽഗാം സംഭവം ഉണ്ടായതിനു ശേഷം
ഞെട്ടലോടെ നിന്ന ഒരു രാജ്യത്തെ നയിക്കാൻ, രാജ്യത്തിന് കോൺഫിഡൻസ് കൊടുക്കേണ്ടതിന് വേണ്ടി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നടന്ന യോഗമാണ് ഓൾ പാർട്ടി മീറ്റിംഗ്. ആ ഓൾ പാർട്ടി മീറ്റിംഗിൽ പ്രധാനമന്ത്രി പങ്കെടുത്തോ? പ്രധാനമന്ത്രി പോയത് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലേക്കല്ലേ, ക്യാമ്പയിനിലേക്കല്ലേ, പൊതുസമ്മേളനങ്ങളിലേക്കല്ലേ പോയത്, രാഷ്ട്രീയ പ്രവർത്തനത്തിനല്ലേ പോയത്? എന്നാൽ ആ പഹൽഗാം സന്ദർശിച്ചോ? ആ ഓൾ പാർട്ടി മീറ്റിംഗിൽ പങ്കെടുത്തോ? ഇനി പോട്ടെ, അദ്ദേഹം മുൻ നിശ്ചയിച്ച പ്രകാരമാണ്, എനിക്കത് ഒഴിവാക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമെങ്കിൽ, ഇനി ആ മുൻ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ അന്ന് പങ്കെടുത്തില്ല എങ്കിൽ രണ്ടാമത് നടന്നിട്ടുള്ള ഓൾ പാർട്ടി മീറ്റിംഗിൽ എന്താണ് അദ്ദേഹം പങ്കെടുക്കാഞ്ഞത്? ആ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി മുൻ കീഴ്വഴക്കങ്ങൾ എന്താ? ഇന്ദിരാഗാന്ധിയുടെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അടക്കമുള്ള പ്രധാനമന്ത്രിമാരുടെ ഒരുപാട് നിലപാടുകൾ രാജ്യത്തിന് മുന്നിൽ നിൽക്കുകയാണ്, ഉദാഹരണങ്ങളായി നിൽക്കുകയാണ്. അന്ന് വിമർശിച്ച ആളുകൾ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ രാജ്യത്തോട് പറയുന്നില്ല എന്ന് മാത്രമല്ല, രാജ്യത്തെ ഐക്യബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഒന്നു ചേരുമ്പോൾ ഇതേ ഭരണാധികാരിയുടെ കീഴിൽ തന്നെ ഇതേ ഭരണാധികാരിയുടെ തീരുമാനങ്ങൾ അനുസരിച്ച് സൈന്യം നടത്തിയ ഈ പോരാട്ടത്തിൽ ഭാരതത്തിന് വിജയമുണ്ടായി, ഇന്ത്യക്ക് വിജയമുണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അല്ലേ? കോൺഗ്രസിന് അക്കാര്യത്തിൽ സംശയമില്ലല്ലോ. ഒറ്റക്കെട്ടായി രാജ്യം നിൽക്കുകയും രാജ്യം വിജയം നേടുകയും ചെയ്തു പാകിസ്ഥാന് മേൽ എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അല്ല, അതിൽ സംശയമില്ലല്ലോ. കോൺഗ്രസിന് രാജ്യം വിജയം നേടി എന്നുള്ള കാര്യത്തിൽ ഇതേ ഭരണാധികാരിയുടെ കീഴിൽ സൈന്യം നടത്തിയ പോരാട്ടത്തിൽ രാജ്യം വിജയം നേടി എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇല്ലില്ല, താങ്കൾ എത്ര ചോദ്യം ചോദിച്ചാലും ആ ചോദ്യത്തിലേക്ക് ഇപ്പോൾ ഞാൻ വരുന്നില്ല. താങ്കൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇപ്പോൾ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ പറഞ്ഞത് പൂർത്തിയായിട്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഒരു വട്ടമല്ല 2 വട്ടം ഇന്ത്യയിലെ ഭരണ സംവിധാനത്തെ, ഇന്ത്യയുടെ ഓൾ പാർട്ടി മീറ്റിംഗിനെ ബഹിഷ്കരിച്ചത് എന്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി? അതിൽ പങ്കെടുക്കാതിരുന്നത് എന്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി? എന്തുകൊണ്ട് അദ്ദേഹം ആ യോഗങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു? ആ ചോദ്യം സ്വാഭാവികമായും ഇന്ത്യയിലെ സർവ്വ രാഷ്ട്രീയ കക്ഷികൾക്കും ഇരിക്കുന്ന യോഗത്തിൽ വന്ന് രാജ്യത്തിന് നേതൃത്വം നൽകേണ്ട പ്രധാനമന്ത്രി അവിടെ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ ആ ചോദ്യം കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നല്ല പറയേണ്ടത്. മാത്രമല്ല, മറ്റൊന്ന് 2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. ഇന്ത്യക്ക് വേണ്ടി അടരാടുന്ന സൈന്യത്തിന് നേതൃത്വം നൽകുന്നവരിൽ 3 പേര് പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ സോഫിയ ഖുറൈശി. ആ ഖുറൈശിയെ ജാതി പറഞ്ഞ് രാജ്യത്തെ ഒരു മന്ത്രി ആക്രമിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ, ഭീകരവാദിയുടെ സഹോദരിയായി ചിത്രീകരിക്കുമ്പോൾ ആ സൈന്യത്തിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന, അവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന കാര്യമല്ലേ? അല്ലേ? അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ ഭരണകൂടം പ്രതികരിക്കണ്ടേ? സ്വന്തം പാർട്ടിയുടെ ആളുകൾ ഇത് പ്രസംഗിക്കുമ്പോൾ തിരുത്തണ്ടേ? തിരുത്തിയോ? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഇടപെടേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം നിശബ്ദമാകുകയാണ് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രാജ്യത്തെ സൈനികരെ ജാതി വൽക്കരിച്ചുകൊണ്ട്, ജാതി തിരിച്ച് അവരുടെ പേരിനെയും സമുദായത്തെയും മതത്തെയും കൂട്ടുചേർത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിമാർ പ്രതികരിക്കുമ്പോൾ നിലപാടെടുക്കാത്ത ഭരണകൂടമാണെങ്കിൽ ആ ഭരണകൂടത്തെ കോൺഗ്രസ് വിമർശിക്കും. ഇന്നല്ല, നാളെയല്ല, എക്കാലവും വിമർശിക്കും. ശരി. 1971 ഇന്ദിരാഗാന്ധിയെയും ഇപ്പോഴത്തെ മോദിയെയും താരതമ്യം ചെയ്തുകൊണ്ടും പറഞ്ഞിരുന്നു. അത് കോൺഗ്രസ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വെടിനിർത്തൽ നടത്തിയതിനെ കുറിച്ചായിരുന്നു. ട്രംപിന്റെ കാര്യവും അതിൽ എടുത്തിടുകയും ചെയ്തു. ഇപ്പോൾ ട്രംപ് അക്കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ത്യയോടും പാകിസ്ഥാനോടും ഒക്കെ സംസാരിച്ചു എന്ന് അന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്നൊക്കെ ട്രംപ് പിന്നോക്കം പോയി. പക്ഷേ കോൺഗ്രസിന്റെ ആ പ്രസ്താവന അവിടെ തന്നെ കിടക്കുകയാണ് കേട്ടോ. അല്ല, ട്രംപ് സംസാരിച്ചില്ലെന്ന് പറഞ്ഞു, ട്രംപ് ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ട്രംപാണല്ലോ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഇത് അവസാനിച്ചിരിക്കുന്നു, എല്ലാ പ്രശ്നങ്ങളും പ്രാഥമികമായി ചർച്ച ചെയ്ത് ഞാൻ എന്റെ നേതൃത്വത്തിൽ പരിഹരിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹമല്ലേ? ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി കൂടി പറഞ്ഞതല്ലോ. ആണ് കോൺഗ്രസ് ട്രംപിനെയാണല്ലോ കൂടുതലും വിശ്വസിക്കുന്നത്. ആണ് പറയുന്നത്. വഴി നിൽക്കുന്ന ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ? അല്ല, ഒരു സെക്കൻഡ് നിങ്ങൾ ചോദിച്ചല്ലോ, ചോദിച്ചതിന് മറുപടി പറയട്ടെ. ഏതെങ്കിലും വഴിയിൽ നിൽക്കുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ അല്ലെങ്കിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ശാഖയിലെ കാര്യപ്രമുഖോ അല്ല പറഞ്ഞത്, അമേരിക്കൻ പ്രസിഡന്റാണ് പറഞ്ഞത്. ഒരു വട്ടമല്ല, പലവട്ടം. ഇപ്പോഴും അദ്ദേഹം നിങ്ങളതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുക. വിദേശമന്ത്രി പറഞ്ഞു ഒരു 3-ാം കക്ഷിയും ഇടപെട്ടിട്ടില്ല എന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രി എപ്പോൾ പറഞ്ഞു മഞ്ജുഷേ? എവിടെ പറഞ്ഞു? ഒരു 3-ാം കക്ഷിയുടെയും ആവശ്യമില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്തെ പറഞ്ഞ കാര്യമാണ്. അത് പറഞ്ഞ കാര്യം അമേരിക്കൻ പ്രസിഡന്റിന് മറുപടി പറയേണ്ടത്, അമേരിക്കൻ പ്രസിഡന്റിന് മറുപടി പറയേണ്ടത് രാജ്യത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനാണോ? അമേരിക്കൻ പ്രസിഡന്റിന് മറുപടി പറയേണ്ടത് ഏതെങ്കിലും രാജ്യത്തെ ഉദ്യോഗസ്ഥനാണോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏത് നിലയിലാണ് ഇത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്?
ഒരു രാജ്യത്ത് പാകിസ്ഥാനിലെ DGMO ഇന്ത്യൻ DGMOയെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട എന്ന് യാചിച്ച് അപേക്ഷിച്ച് പാകിസ്ഥാൻ DGMO ഇന്ത്യൻ DGMOയെ വിളിച്ച് യാചന നടത്തിയതിനു ശേഷമാണ് അവിടെ വെടിനിർത്തൽ ഉണ്ടായത്. അത് സമ്മതിക്കാൻ കോൺഗ്രസിന് എന്താണ് ബുദ്ധിമുട്ട്? അത് സമ്മതിക്കാൻ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? അതിനൊന്നും എനിക്ക് മറുപടിയില്ല. ഞാൻ അതിലൊന്നും തർക്കം പറയുന്നില്ല. അദ്ദേഹം താണ് വീണ് അപേക്ഷിച്ചതോ കരഞ്ഞതോ കാല് പിടിച്ചതോ അപേക്ഷിച്ചിട്ടുണ്ടോ ഇതിനൊന്നും ഞങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഇല്ലെന്നേ. അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ഇനി ശരിയാണെന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ കൈയടിച്ച് സ്വാഗതം ചെയ്യുന്നു. അതിനൊന്നും ഞങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഇല്ല. ഞങ്ങൾക്ക് എവിടെയാ ഡിസ്പ്യൂട്ട്? ഞങ്ങളുടെ ഡിസ്പ്യൂട്ട് ഓൾ പാർട്ടി മീറ്റിംഗ് 2 പ്രാവശ്യം നടത്തിയപ്പോൾ അതിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. ഒന്നാമത്തെ ഡിസ്പ്യൂട്ട് സുരക്ഷാ വീഴ്ച ഉണ്ട് എന്ന് ഞങ്ങളല്ല പറഞ്ഞത്. ആദ്യത്തെ ഓൾ പാർട്ടി മീറ്റിംഗിൽ പങ്കെടുത്ത ആഭ്യന്തര വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ് ആ യോഗത്തെ ബോധ്യപ്പെടുത്തിയത്. ഇന്റലിജൻസിനും സുരക്ഷയ്ക്കും വീഴ്ച ഉണ്ടായെന്ന് കോൺഗ്രസ് അല്ല പറഞ്ഞത്. രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഭാഗമായ അന്വേഷണ ഏജൻസികളുടെ ഭാഗമായ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരാണ് പറഞ്ഞത്. അത് ഞങ്ങൾ എങ്ങനെയാ ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടുന്നത്? അതൊന്നും ഞങ്ങൾ അന്ന് ചർച്ച ചെയ്തില്ലല്ലോ. അന്ന് ഒരു യുദ്ധത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അതൊന്നും പൊളിറ്റിക്കലി ഞങ്ങൾ പറയാൻ ശ്രമിച്ചില്ലല്ലോ. ഓൾ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞത് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്, ഞങ്ങളല്ല. സുരക്ഷാ വീഴ്ച ഉണ്ടായി, ഇന്റലിജൻസിന് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞത് ഞങ്ങളല്ല. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമാണ് പൊതുയോഗത്തെ ബോധ്യപ്പെടുത്തിയത്. മനസ്സിലായില്ലേ? അതൊന്നും കോൺഗ്രസ് പാർട്ടിയുടെ തലയിലോട്ട് വെച്ച് കെട്ടണ്ട. കോൺഗ്രസ് പാർട്ടിക്ക് അതിലൊന്നും യാതൊരു ഉത്തരവാദിത്വമില്ല. ആ സമയത്തൊന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാ പറയുന്നത്? ഇപ്പോൾ ഒരു മൂന്നാം കക്ഷി ഇതിൽ ഇടപെട്ടു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ഓൾ പാർട്ടി മീറ്റിംഗിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാതിരിക്കുമ്പോഴും സൈന്യത്തിന് നേതൃത്വം നൽകിയ മേധാവികളെ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ മന്ത്രിമാർ ജാതി മതം നോക്കി അവരെ ആക്ഷേപിക്കുകയും സൈനികരെ മൊത്തം അവഹേളിക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് റിയാക്ട് ചെയ്യും. ശ്രീ പണിക്കർ, കോൺഗ്രസ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള ക്ലാരിഫിക്കേഷനാണ് ശ്രീ അനിൽ ബോസ് ഇവിടെ നൽകിയത്. അതിൽ ചില കോൺഗ്രസ് നേതാക്കൾ എതിർപ്പൊക്കെ പറയുന്നുണ്ട്, തരൂരിനെ പോലെയുള്ളവരൊക്കെ. പക്ഷേ അത് കോൺഗ്രസ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ശ്രീ പണിക്കർ, താങ്കളുടെ മറുപടി.